എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനിനാടൻ തേങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ അധികമായിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്രസം പോലെ വരും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 7 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ കളവ് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ഒടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിഞ്ഞെല്ലാനും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ വീണ്ടും അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്തായാലും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ വാളൻപുളി അല്ലെങ്കിൽ പച്ചമാങ്ങയാണ് ചേർക്കാറ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത്രയും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉപ്പും പുളിയും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും കറക്റ്റാണ്, എരിവും ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാളൻപുളി അല്ലെങ്കിൽ പച്ചമാങ്ങ ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതേപോലെ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല പുളിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്